This video is sponsored by Eidolon Builders. സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് മാർവലും DC-യും ഒക്കെ ആയിരിക്കും അല്ലേ. എന്നാൽ അങ്ങ് ഹോളിവുഡിൽ മാത്രമല്ല, നമ്മുടെ വലിയ ഇന്ത്യയിലും സിനിമാറ്റിക് യൂണിവേഴ്സുകൾ ഒരുപാടുണ്ട്. അങ്ങനെ ഇൻ ദിസ് എപ്പിസോഡ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് സിനിമാറ്റിക് യൂണിവേഴ്സുകളാണ്. ഫസ്റ്റ് LCU അല്ലെങ്കിൽ ലോകേഷ് കനകരാജ് സിനിമാറ്റിക് യൂണിവേഴ്സ്. സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രിയെ അതിൻ്റെ ലിമിറ്റിൽ നിന്നുകൊണ്ട് തന്നെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് LCU കൊണ്ട് ലോകേഷ്. 2019 കൈദിയിൽ തുടങ്ങി LCU ഇന്ന് വിക്രമും ലിയോയും കഴിഞ്ഞിട്ട് അടുത്ത പടത്തിനായി വെയിറ്റ് ചെയ്യുകയാണ്. വിജയ്, സൂര്യ, കമലാസൻ, കാർത്തി, വിജയ് സേതുപതി, ഫഹദ് ഫാസിൽ തുടങ്ങിയ സൗത്ത് ഇന്ത്യൻ സിനിമയിലെ എക്കാലത്തെയും മികച്ച ആർട്ടിസ്റ്റിനെ ഒറ്റ കുടക്കീഴിൽ കൊണ്ടുവന്നു ലോകേഷ്. റോളക്സിന്റെ സ്റ്റാൻഡ് ലോൺ മൂവി വിക്രം 2, കൈദി 2 എന്നിവയൊക്കെ ആയിരിക്കും LCUവിന്റെ അടുത്ത സിനിമകൾ. നമ്പർ 2 YRFന്റെ സ്പൈ യൂണിവേഴ്സ്. YRFന്റെ പ്രൊഡക്ഷനിൽ 2012 വന്നിട്ടുള്ള ഏക്താ ടൈഗർ എന്ന സൽമാൻ ഖാൻ കത്രീന കൈഫ് ചിത്രത്തിലൂടെ ആയിരുന്നു യാഷ് രാജ് ഫിലിംസിന്റെ സ്പൈ യൂണിവേഴ്സിന്റെ തുടക്കം. 2023 പുറത്തിറങ്ങിയ പഠാൻ എന്ന ഷാറുഖ് ഖാൻ ജോൺ അബ്രഹാം ചിത്രത്തിലായിരുന്നു ഈ ഒരു യൂണിവേഴ്സ് പ്രോപ്പറായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത്. വാറിലെ ഹൃതികിന്റെ ക്യാരക്ടർ, ടൈഗർ സീരീസിലെ സൽമാൻ ഖാന്റെ ക്യാരക്ടർ എന്നിങ്ങനെ YRF പ്രൊഡക്ഷൻസിന്റെ ക്യാരക്ടേഴ്സിനെ കൂട്ടി യോജിപ്പിച്ച സിനിമയായിരുന്നു പഠാൻ. ഇനി ഇറങ്ങാൻ പോകുന്ന അലിയ ഭട്ട് ചിത്രം ആൽഫ, പഠാൻ 2, വാർ 2, ടൈഗർ വേഴ്സസ് പഠാൻ എന്നിവയൊക്കെ ആയിരിക്കും സ്പൈ യൂണിവേഴ്സിലെ അടുത്ത ചില ചിത്രങ്ങൾ. നമ്പർ 3 രോഹിത് ഷെട്ടീസ് കോപ്പ് യൂണിവേഴ്സ്. ഇന്ത്യൻ പോലീസ് ഓഫീസേഴ്സിനെ കേന്ദ്രീകരിച്ച് രോഹിത് ഷെട്ടി തുടങ്ങിയ യൂണിവേഴ്സാണ് കോപ്പ് യൂണിവേഴ്സ്. അജയ് ദേവ്ഗന്റെ സിംഗം റിട്ടേൺസ്, രൺവീർ നായകനായ സിംബ എന്നിവയിൽ തുടങ്ങി അക്ഷയ് കുമാറിന്റെ സൂര്യവർഷിനിയിലാണ് പ്രോപ്പറായി ഈ ക്യാരക്ടേഴ്സ് എല്ലാം ഒന്നിച്ചെത്തുന്നത്. ഈ ഇടയ്ക്ക് OTT റിലീസായ ഇന്ത്യൻ പോലീസ് ഫോഴ്സും ഒക്കെ തന്നെ ഈ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിൽ നിന്ന് വരുന്നതാണ്. നമ്പർ 4 അസ്ത്രാവേഴ്സ്. 2013 സൂപ്പർ ഹിറ്റ് ഫിലിമായ യേ ജവാനി ഹേ ദിവാനിക്ക് ശേഷം ഡയറക്ടറായ അയാൻ മുഖർജി ഒരു 10 കൊല്ലം ഗ്യാപ്പ് എടുത്തായിരുന്നു ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ബിൽഡ് ചെയ്യാൻ. അങ്ങനെ 2022 പുറത്തിറങ്ങിയ ബ്രഹ്മാസ്ത്ര എന്ന ചിത്രത്തിലൂടെ ആയിരുന്നു അസ്ത്രാവേഴ്സ് എന്നൊരു ഫിലിം യൂണിവേഴ്സിനെ തന്നെ അയാൻ സൃഷ്ടിച്ചത്. ട്രയോളജി ആയ ബ്രഹ്മാസ്ത്ര ഫിലിംസ് കൂടാതെ ഇതിലുള്ള ക്യാരക്ടേഴ്സിനെ ഒക്കെ കൂടെ ബിൽഡ് ചെയ്യുന്ന മറ്റ് സിനിമകളും ഈ യൂണിവേഴ്സിൽ വരാനുണ്ട്. ഇന്ത്യയിലെ തന്നെ നെക്സ്റ്റ് ബിഗ്ഗസ്റ്റ് സിനിമാറ്റിക് യൂണിവേഴ്സ് തന്നെയായിരിക്കും അസ്ട്രാവേഴ്സ് എന്ന് നമുക്ക് കരുതാം. നമ്പർ 5 മാഡക് സൂപ്പർ നാച്ചുറൽ യൂണിവേഴ്സ്. ഒരു ഹൊറർ കോമഡി ഓണിൽ വരുന്ന കുറച്ച് സൂപ്പർ നാച്ചുറൽ ഫിലിംസിനെ വെച്ച് ബിൽഡ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സാണ് മാഡക് സൂപ്പർ നാച്ചുറൽ യൂണിവേഴ്സ്. 2018 പുറത്തിറങ്ങിയ സ്ത്രീ, 2022 പുറത്തിറങ്ങിയ ഭേഡിയ, 2024 പുറത്തിറങ്ങിയ മുഞ്ചിയയും സ്ത്രീ 2 ഒക്കെ ഈ യൂണിവേഴ്സിന്റെ ഭാഗമാണ്. ഇന്ത്യയിലെ മറ്റൊരു ബെസ്റ്റ് സിനിമാറ്റിക് യൂണിവേഴ്സ് തന്നെയാണ് ഇതെന്ന് നമുക്ക് പറയാം. ഇന്ത്യൻ സീരീസുകളിലെ ദി ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന 2 സീരീസുകളിലായ ദി ഫാമിലി മാൻ, ഫേഴ്സി എന്നീ ആമസോൺ പ്രൈം സീരീസുകൾ കൊണ്ട് ഡയറക്ടറായ രാജ് ആൻഡ് DK ബിൽഡ് ചെയ്ത ഒരു യൂണിവേഴ്സ് തന്നെയാണ്. ഇനി വരാനിരിക്കുന്ന അവരുടെ ഫിലിംസ് അല്ലെങ്കിൽ സീരീസ് ഒക്കെ തന്നെ ഇതിന്റെ പാർട്ടാണ് എന്ന് നമുക്ക് പറയാം. ഇതൊന്നും മാത്രമല്ല, ഹിറ്റ് സിനിമാറ്റിക് യൂണിവേഴ്സ്, KGF, സലാർ അങ്ങനെ ഒരുപാടധികം സിനിമാറ്റിക് യൂണിവേഴ്സുകൾ ഇന്ന് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലുണ്ട്. ഒരു വീട് വെക്കാൻ പ്ലാൻ ചെയ്യുന്നവരാണോ നിങ്ങൾ എങ്കിൽ വി ഹാവ് ദ ബെസ്റ്റ് ചോയ്സ് ഫോർ യു, എയ്തോളൻ ബിൽഡേഴ്സ്. മോഡേൺ കണ്ടംപററി ട്രോപ്പിക്കൽ ഡിസൈൻസിലെ എക്സ്പേർട്സ് ആണ് എയ്തോളൻ ബിൽഡേഴ്സ്. സോ നിങ്ങളുടെ ഇഷ്ടത്തിനും താല്പര്യത്തിനും അനുസരിച്ച് നിങ്ങളുടെ സ്വപ്ന ഭവനം ഗംഭീരമാക്കാൻ പ്ലീസ് റിംഗ് അപ്പോൺ എയ്തോളൻ ബിൽഡേഴ്സ്